നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ വന്നേക്കുന്നത് ടോമി ചേട്ടൻ്റെ കൃഷിയിടത്തിലേക്കാണ്. പാടം ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് പെയ്ത മഴയുണ്ടല്ലോ, ആ മഴ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ടോമി ചേട്ടനെ ശരിക്കും നല്ലൊരു വിഷമം ആൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആൾ നട്ടിരിക്കുന്ന വെണ്ടക്ക, അതേപോലെ തന്നെ എല്ലാ സാധനവും ഇവിടെ ഈ കാണുന്ന ആ തോട്ടിൽ നിന്ന് വെള്ളം ഈ പാടത്തേക്ക് ഇങ്ങോട്ട് കയറിയിട്ട് ഒക്കെ ചീഞ്ഞ് വെണ്ണൂറായി. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ടോമി ചേട്ടൻ നിൽക്കണത്. അപ്പോൾ നമുക്ക് ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം, ആ ആളുടെ വിഷമമൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കും. ടോമി ചേട്ടാ ഒന്ന് വന്നേ. കാരണം എന്തോ ആളുടെ ഒരു കഷ്ടപ്പാട്, എല്ലാ കൃഷിക്കാർക്കും കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷെ നമ്മളെ ഈ മഴ വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ ടോമി ചേട്ടൻ. ഇപ്പോൾ ഈ വെള്ളം വേറെ വഴിക്ക് പോകാനുള്ള ഒരു ചാലില്ലല്ലേ? നല്ല മഴ പെയ്താലേ ഈ തോട് കാണുന്ന തോട് നന്നാക്കാത്തതുകൊണ്ട് തോട് ക്ലിയർ ആക്കിയിട്ടില്ല എന്ന് പറയണം. അങ്ങനെ കായ്ത വന്ന് കൂടിയേക്കാണ് അല്ലേ? എല്ലാ കൊല്ലവും നന്നാക്കാറുണ്ട്. ഈ പ്രാവശ്യം നന്നാക്കാത്തത് കൊണ്ടും പിന്നെ ശക്തമായി മഴ നിൽക്കാണ്ട് പെയ്തത് കൊണ്ടും ഈ മഴയിൽ പെട്ട് കുറേ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. കൃഷിനാശം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാനൊരു 3-4 പൊട്ടിക്കല പൊട്ടിച്ചിട്ടുള്ളൂ ആകെ, ഓരോ വെറൈറ്റിയും. അതായത് ഇവിടെ മത്ത, കുമ്പളം, വെണ്ട, വെള്ളരി, പയർ, ഇത്ര സാധനം പല ഘട്ടങ്ങളിലായി പല വ്യത്യസ്ത സ്ഥലത്ത് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണ്. തന്നെയെല്ലാം ചീഞ്ഞു ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, ഇത് കാണണം, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് പച്ചക്കറിയുടെ വില കേട്ടാൽ പൊള്ളുന്ന സമയമാണ്. ആ സമയത്താണ് ഇതുപോലെ കൃഷിനാശം സംഭവിച്ചാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെയല്ല, പല ഘട്ടങ്ങളും പല സാധനങ്ങൾ നശിച്ചു പോകാറുണ്ട്. നിങ്ങളിതൊക്കെ ഒന്ന് കാണണം, വിലയിരുത്തണം. ഞാൻ എവിടെ നിന്നും വളം കൊണ്ടുവരണമെന്ന രീതിയിൽ പണിയെടുക്കണമെങ്കിൽ 1 കിലോമീറ്ററോളം താണ്ടിയിട്ട് വേണം. നമ്മുടെ സ്ഥലത്ത് കൂടെ തന്നെയാണ് വരണേ, പക്ഷെ 1 കിലോമീറ്ററോളം ചോക്കണം. എന്നിട്ടാണ് ഇവിടെ കൃഷി ഇറക്കിയേക്കണത്. ഈ കൃഷി കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, നഷ്ടത്തിലാണ്, വളരെ സങ്കടത്തിലാണ്. ഈശ്വരനും ദൈവം അനുഗ്രഹിക്കട്ടെ, അവിടുത്തെ അനുഗ്രഹം പോലെ നടക്കട്ടെ. പണിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ, കൂലി തരുന്നത് ഈശ്വരനും ദൈവമാണ്. അവരുടെ ഇഷ്ടം പോലെ നിറവേറട്ടെ. ഈ കഷ്ടപ്പാട് അവിടുന്ന് കാണണേ. ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവിടുന്ന് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇനി ഈ പറമ്പിൽ ഇനി കൃഷി ചെയ്യുന്നുണ്ടോ? ഇനിയിപ്പോൾ ഇവിടെ കൃഷി ചെയ്യില്ല. ഇനി കൃഷി ഞാൻ പറമ്പിലേക്ക് പോവുകയാണ്. പറമ്പിൽ കുറച്ചധികം സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു 3-4 ഏക്കർ സ്ഥലം അവിടെ പറമ്പിലുണ്ട്. അപ്പോൾ അവിടെയാണ് ഇനിയുള്ള ഗുസ്തി. അവിടുത്തെ മണ്ണിനോടായിരിക്കും, പറമ്പിലെ കരമണ്ണിനോടായിരിക്കും ഇങ്ങനത്തെ ഗുസ്തി ആരംഭിച്ച് ഒരാഴ്ചത്തോളമായി ആരംഭം തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. എന്നാലും പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല, കുറച്ച് ദിവസം പണികളൊക്കെ എടുക്കുന്നുണ്ട്. ഞായറാഴ്ച കടപ്പെട്ട ദിവസമായതുകൊണ്ട് പണിയെടുക്കരുതെന്ന് പറയുന്നത്. എന്നാലും ഞാൻ കുറച്ച് പണികളൊക്കെ എടുക്കുന്നുണ്ട്. പണി എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, അല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, പണി എടുത്തെത്തില്ല. കൂലിക്ക് ആളെ വയ്ക്കാറില്ല. കൂലിക്ക് ആളെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് പണിയാനും, നമ്മുടെ ഇഷ്ടത്തിന് നിർത്താനും, നമ്മുടെ ഇഷ്ടത്തിന് പോവാനും, നമ്മുടെ ഇഷ്ടത്തിന് വരാനും പറ്റില്ല. ആയതുകൊണ്ടാണ് കൃഷിക്കാരെ കൂലിക്ക് ആളെ വയ്ക്കാത്തത്. അവരെ പറഞ്ഞേൽപ്പിച്ചാൽ നമ്മൾ വേറെ വല്ല കാര്യത്തിന് പോയി കഴിഞ്ഞാൽ വരുമ്പോൾ ആ കൈക്കൂട്ടും കുത്തിപ്പിടിച്ച് അവിടെ തന്നെ നിൽക്കണ്ടാവും. അപ്പോൾ അതിലും ഭേദം നമ്മുടെ പണി നമ്മൾ തന്നെ എടുത്താൽ, പറ്റാവുന്ന പണി എടുത്തുള്ളൂ, ബാക്കിയുള്ളവരെ കിടന്നോട്ടെ. ആരോടും കണക്ക് പറയണ്ട, ആരും ബോധിപ്പിക്കണ്ട. പാട്ടഭൂമി ആയി കഴിഞ്ഞാൽ അവർ പറയുന്ന സമയത്ത് ഇറക്കി എടുത്തുകൊണ്ട് പോകണം. ഇത് പാട്ടഭൂമിയല്ല, സ്വന്തം ഭൂമി ആയതുകൊണ്ട് ആരുടെ അടുത്തും എടുത്തുകൊണ്ട് പോകാൻ പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പണി നിർത്താൻ പറയില്ല. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് പണിയാം, നമ്മുടെ ഇഷ്ടത്തിന് നിർത്താം. പിന്നെ നിങ്ങൾക്ക് ഒരു ഓണം വരികയാണ്. ഓണത്തിന് ഈ തവണ വ്യത്യസ്ത രീതിയിലുള്ള കൃഷി, വെറുതെ പറയുന്നതല്ല ടോമി, വ്യത്യസ്ത രീതിയിൽ ഞാൻ എൻ്റെ അനിയനും മാത്രമാണ് അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. അവന് അനിയന് സപ്ലൈ ഉണ്ട് കൊടകരയിൽ, ചാലക്കുടി തുടങ്ങി കൊളത്തൂർ വരെ ഞങ്ങൾക്ക് സപ്ലൈ ഉള്ളതാണ്. ഞങ്ങൾക്ക് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ കൊള്ളി കടകളിലേക്ക് ബാറുകാർ, തട്ടുകടക്കാർ, അതുപോലെ തന്നെ കടക്കാർക്കൊക്കെ സപ്ലൈ ഉണ്ട്. ഒരു കടയിൽ ചളിച്ചാൽ എല്ലാ കടയിലും ചളിക്കും. ഒരു കടയിൽ നന്നായാൽ എല്ലാ കടയിലും അടിപൊളിയായിരിക്കും. നിങ്ങളത് കാണണം, നിങ്ങൾ വിവരങ്ങൾ അറിയണം, മനസ്സിലാക്കണം, വിലയിരുത്തണം. ഞാൻ വെറുതെ പറയുന്നതല്ല, അല്ലെങ്കിൽ ഇത് വെറുതെ പറഞ്ഞ് പോണ ഒരു കർഷകനല്ല. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ടൈം വേസ്റ്റാക്കുന്ന ഒരു കർഷകനല്ല ഞാൻ. ടൈം എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരം വെളുത്താൽ ഇനിയുള്ള സമയങ്ങൾ ഞാൻ മണ്ണിലായി ഉറങ്ങുക. മണ്ണും കൈക്കോട്ടും ആണ് എൻ്റെ ജീവിതം. ഇനിയുള്ള ടൈം എനിക്ക് സുഖമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ചൂട് കുറഞ്ഞു.
ഇനി കാര്യമായിട്ട് ചൂടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണം. ഇനിയിപ്പോൾ ചൂടുണ്ടാവില്ല എന്ന് പറഞ്ഞത് നമുക്കൊരു മഴ വെയിൽ കാണില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചൂട് കുറയുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ ചൂട് കുറയുമ്പോൾ ക്ഷീണം ഉണ്ടാവില്ല. അപ്പോൾ ക്ഷീണം കുറയുമ്പോൾ, ക്ഷീണം ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് പണി കൂടുതലെടുക്കാൻ സാധിക്കും. കൂടുതൽ പണി നടക്കും. നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ കുറയും. പിന്നെ വളങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ തവണ ഞാൻ ഒരു 400 ഏത്തവാഴ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ തവണ 400 വാഴകളോളം, ഈ തവണ പച്ചക്കറികളൊപ്പം ഏത്തവാഴയും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ ഓണത്തിന് മുന്നായിട്ട് വിളവെടുപ്പ് ആരംഭിക്കും. അപ്പം നിങ്ങളെല്ലാ വ്യത്യസ്ത രീതിയിലുള്ള ഓരോ വീഡിയോകളും നിങ്ങളുടെ മുന്നിലേക്ക് കാട്ടിത്തരുന്നതായിരിക്കും. ഇത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല കേട്ടോ, സത്യസന്ധമായ ഒരു കൃഷിക്കാരൻ പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് നിങ്ങൾ കാണണം. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, എൻ്റെ പച്ചക്കറികൾ മായമോ മന്ത്രമോ ഒന്നുമില്ലാത്ത 100% ഗ്യാരണ്ടിയോട് കൂടി തരുന്ന പച്ചക്കറികളാണ്. എവിടെ പോയി മേടിക്കുന്നതിലും 10 രൂപ കിലോത്തുമ്പോൾ കുറവുണ്ടായിരിക്കും. പ്രത്യേകിച്ച് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം പാവങ്ങൾക്കുള്ളതാണ്. സത്യം. അവരുടെ പ്രാർത്ഥനയും അവരുടെ നിലവിളിയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അവരാണ് എനിക്ക് കൂട്ട്. പാവങ്ങളുണ്ടെങ്കിലേ ഞാനുള്ളൂ. മനുഷ്യരാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അവിടെ ബന്ധുമിത്രാദികളല്ല. മനുഷ്യരില്ലെങ്കിൽ നമ്മൾ ആരും തന്നെയില്ല. അപ്പോൾ പാവങ്ങൾക്ക് കൊടുക്കണം, പാവങ്ങളെ സഹായിക്കണം. പാവങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ഈ കൃഷികളും ഈ പച്ചക്കറികളും ഇത്ര നല്ല രീതിയിൽ പോകുന്നത്. അവരുടെ തോരാ കണ്ണീര്, അവരുടെ പ്രാർത്ഥന, അവരുടെ കഷ്ടപ്പാട്, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരെൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒന്നിൽ അവർക്ക് പച്ചക്കറി ഇല്ലെങ്കിലും അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിലുള്ള പൈസകളും കൊടുത്തു വിടുന്ന ഒരു കർഷകനാണ് ഞാനത് പറയുന്നത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോകളിലും കാണാം. അതായത് ഒരാൾക്കൊരു സാധനം ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം അപ്പോൾ നീക്കി വയ്ക്കും പാവങ്ങൾക്ക് കൊടുക്കാൻ. പാവങ്ങൾക്ക് കൊടുത്തതിന് ശേഷമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ എന്ത് സാധനം വിളവെടുത്തിട്ടുണ്ടോ അതിലൊരു വീതം പാവങ്ങൾക്ക് കൊടുക്കും. ലാഭനഷ്ടമോ ഒന്നും നോക്കാറില്ല. ലാഭനഷ്ടം എന്ന് പറഞ്ഞതിൻ്റെ കാരണം മറ്റുള്ളവർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു ബിൽഡിങ് എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോൾ അപ്പുറത്ത് കണ്ടിട്ട് ലൂക്ക് കണ്ടിട്ടാണ് പണിയുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു ഫോർമാലിറ്റീസോ അല്ലെങ്കിൽ ഒരു വരുമാനമോ ഒരാളെ പറ്റിക്കാനോ ഒരാളെ തട്ടിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാനോ ഞാൻ പോകാറില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കൊടുക്കുന്തോറും എനിക്ക് ഒരു വശം അല്ലെങ്കിൽ വേറൊരു വശത്തിൽ കൂടെ കിട്ടിയിട്ടുള്ളൂ. ദൈവം ഈശ്വരൻ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കൊടുക്കണം, അധ്വാനിച്ച് കൊടുക്കണം സുഹൃത്തുക്കളെ. നമ്മൾ പറ്റിച്ച് കൊടുക്കരുത്. നമ്മുടെ സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന വസ്തുക്കൾ പാവങ്ങൾക്ക് കൈമാറ്റം ചെയ്താൽ നമ്മൾക്ക് ഈശ്വരാനുഗ്രഹം ദൈവാനുഗ്രഹം തന്നെയുണ്ട്. സത്യമാണ് ആൾ പറയണം. അപ്പോൾ ഈ വർഷം ആളുടെ ഈ കൃഷി ഇവിടെ അവസാനിപ്പിക്കും. ഇനി വേനൽക്കാലത്താണ് ഇനി ആൾ ഇവിടേക്ക് വരുള്ളൂ. കാരണം വെള്ളമാണ് ഇവിടെ ഇപ്പോൾ കാര്യമില്ല. അപ്പോൾ ആളുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരു 6 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ ആൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അവിടെ കാണാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ ചീഞ്ഞ് പോയ ഇതൊക്കെ നമുക്കൊന്ന് കാണാം. ഇനി ആഗസ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഈ സ്ഥലത്തേക്ക് വരും. ഈ സ്ഥലത്ത് വീണ്ടും കൃഷി ആരംഭിക്കും. പിന്നെ ജൂൺ വരെ ഇവിടെ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്ര സ്ഥലം കണ്ടു. ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ചീഞ്ഞ് കിടക്കുന്നത് നിങ്ങൾ കാണാം. ഇപ്പോൾ 2 ദിവസത്തോളമായി മഴ മാറിയിട്ട്. എന്നിരുന്നാലും ഈ വെണ്ട എങ്ങനെ കിടക്കുന്നു, ഇതിൽ നിറച്ച് ചെളിയാണ്. ഇതിൽ ചവിട്ടി കൂട്ടി കഴിഞ്ഞാൽ കാലുവളം കടിക്കും. എന്നാൽ ഇത് നിങ്ങൾ കാണുക. അന്നേരം നിങ്ങൾ തന്നെ വിലയിരുത്താം. ഇതൊരു 1 ഏക്കർ സ്ഥലത്തിൻ്റെ അടുക്കെ ഇവിടെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് വെണ്ടത്തോട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വെള്ളത്തിൽ കിടക്കുന്ന പച്ചക്കറികൾ നിങ്ങൾ കാണുക. ഇതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എന്തായാലും ഇതിൽ നിന്ന് വന്ന നിലയ്ക്ക് ഒരു വെണ്ടക്കായ പൊട്ടിച്ച് തിന്ന വിഷമമുണ്ട്. ഞാൻ ഒരു വെണ്ടക്കായ തിന്നതാണ്. ചീഞ്ഞൊടുങ്ങി ഒന്നായി ഞാൻ പറഞ്ഞാൽ തിന്നണം. വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ കാണുന്നത്. എന്താ
വെള്ളം കണ്ടാ മതി. ഇതിലും മത്തിയാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഇതേ കണ്ട മത്ത ചീഞ്ഞ് കിടക്കണണ്ട കൂട്ടുകളെ. ദേ ദേ ഒരു മത്തിയാണ് ചീഞ്ഞ് കിടക്കണം കണ്ടോ. ദേ മത്തിയാണ്. അത് പൊക്കി അത് പൊക്കി അത് പൊക്കി ദേ വെള്ളത്തിൽ നിന്ന് ദേ പൊക്കാല്ല. ആ അത് ചീഞ്ഞ് പോയി. ഒന്നുകൂടെ കാണിച്ചു ചേട്ടാ. ഓ മത്തയാണ് ചീഞ്ഞ് കിടക്കണത് കണ്ട. മത്തയുടെ ഒരു തലയാണ് ഈ കാണുന്നത്. എന്താ മത്ത ചീഞ്ഞ് കിടക്കണമെന്നാണ് കണ്ട. വെറുതെ പറഞ്ഞ് പോണതല്ല കേട്ടോ സുഹൃത്തുക്കളെ. ഈ വേറെ കാട്ടിത്തരാം നിങ്ങളെ. വേറെ ഞാൻ കാട്ടിത്തരുന്നുണ്ട്. അപ്പം ഇത് ഇപ്പം ഇത് കാണുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. ഇപ്പം പോണത് വെണ്ടത്തോട്ടത്തിൽ കൂടെയും മട്ടേരെ കൂടെയാണ് പോണത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾ നോക്കണം, പഠിക്കണം. എന്താ വെണ്ടത്തോട്ടത്തിൽ കൂടെയാണ് ഈ പോകുന്ന വഴി. അല്ല വെണ്ട ഉണ്ടായി കിടന്നതാണ് കാണുന്നത്. ഈ ചാഞ്ഞ ചെറുതി കിടക്കുന്നതൊക്കെ വെണ്ട നശിച്ച് കിടക്കുന്നതാണ്. അല്ല ഇതൊക്കെ വെണ്ട നശിച്ച് ചീഞ്ഞ് കിടക്കുന്നതാണ് ഈ കാണുന്നത്. എന്താ എന്താ ചെയ്യുക ചേട്ടാ, ഇതുപോലെ മഴയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്കാർക്ക് എല്ലാവർക്കും പ്രശ്നം തന്നെയല്ലേ. വെള്ളം പോകണ്ട. ഈ വെള്ളത്തിൽ പെട്ട് കിടക്കണതാ.